ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? കുറേ നാളുകൾക്ക് ശേഷം ഓൺ വോയിസുമായിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പം ഇന്ന് നമുക്കൊരു അടിപൊളി കോട്ടയം മീൻകറി ഉണ്ടാക്കാം കേട്ടോ. ഏറ്റവും സിമ്പിളായിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു മീൻകറി ഏതാണെന്ന് വെച്ചാൽ അത് കോട്ടയം മീൻകറി തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേ ഒരു ചട്ടിക്കകത്തേക്ക് ആവശ്യത്തിന് ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ കടുകും ഉലുവയും കൂടി അങ്ങോട്ട് വറവിടണേ. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോന്നേ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്ത് കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. അത് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും എരിവിനാവശ്യമായ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറണം വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. അത് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോന്നേ നമ്മുടെ കുടംപുളി സോക്ക് ചെയ്ത് വെച്ച ആ ഒരു വെള്ളവും കുടംപുളിയും കുറച്ച് ആവശ്യത്തിന് ഗ്രേവിക്ക് ആവശ്യമായ കുറച്ചുകൂടെ വെള്ളം കൂടി ആഡ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. അങ്ങ് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ മീനെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അങ്ങോട്ട് വറ്റിച്ചങ്ങോട്ട് എടുക്കണേ. നല്ല വറ്റി വരുന്നതിലേക്ക് ഉണ്ടല്ലോന്നേ കുറച്ച് ഉലുവാപ്പൊടി അങ്ങോട്ട് വാരി വിതറണം. എന്നിട്ട് കുറച്ച് വേപ്പിലയും കൂടി അങ്ങോട്ട് ഇട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് അങ്ങോട്ട് എടുത്താൽ ഉണ്ടല്ലോ എന്താ ടേസ്റ്റാണെന്നറിയാം. അപ്പോൾ ട്രൈ ചെയ്യണം, ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യണം.